ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി സാറാണ്. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, സാർ എക്സാമിനകത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എക്സാം ഹാളിലേക്ക് എത്തുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മളോട് മറന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പല ആൾക്കാരും പറയുന്നുണ്ട്. മകളെ, ഈ ഒരു കാര്യം പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് മെനക്കെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, എക്സാമിന് വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എക്സാം ഹാളിൽ ആ സമയത്തുള്ള എന്തെങ്കിലും ഒരു തിരക്കോ ഒരു വെപ്രാളോ കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചത് നമ്മളോട് മറന്നു പോകുന്നുണ്ട്. ഇത്തരത്തിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഉറപ്പുള്ള കാര്യമാണ്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാവും എന്നുള്ളത്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, നമുക്ക് എങ്ങനെയാ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രോബ്ലംസ് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം? അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഓരോ അവറുകൾ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറാണ് പഠിക്കുന്നത് വിചാരിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മണിക്കൂർ വീതം നിങ്ങൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഈസി ആയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 2 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറിന്റെ വീതം എന്ത് ചെയ്യുന്നു, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ചെറിയ എന്റർടൈൻമെന്റ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, പഠിക്കാൻ ഇരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പഠന സമയം എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം, പഠിക്കാനുള്ള പോർഷൻസ് നമ്മൾ 1-2 തവണയൊക്കെ വായിച്ചു എന്ന് വിചാരിക്കുക. ആ വായിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർമ്മിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് ഇത് ഇനി പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഓർമ്മ വരിക ആ സമയത്താണ്. പലപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എക്സാം ഹാളിൽ എത്തുന്ന സമയത്താണ് ഓർക്കുന്നതെങ്കിൽ ആ സമയത്ത് പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. അതാണ് നേരത്തെ നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലത്തിൽ ഒന്ന്. അപ്പൊ ഇത് നമ്മൾ ഇല്ലാതിരിക്കാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ 1-2 തവണ വായിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത്, മൂന്നാമത്തതാണ്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് എക്സാമുകളായിട്ട് എഴുതണം. അതായത് നമ്മൾ സ്വയം തന്നെ ഒരു ഇത്ര സമയം നമ്മൾ എടുക്കുന്നു, അതായത് ഇത്ര സമയം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ചോദ്യപേപ്പർ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എക്സാം നമ്മൾ എഴുതി നോക്കുക. ജസ്റ്റ് ഒരു എക്സാം നമ്മൾ എഴുതി നോക്കുക. ആ എക്സാം എഴുതുന്ന സമയത്താണ് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു എക്സാമിന്റെ സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ സമയം മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ ഏതൊക്കെ പോയിന്റുകൾ എത്ര ഓരോരോ ചോദ്യത്തിനും എങ്ങനെ എഴുതണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുക അവിടെയാണ്. അപ്പൊ ശരിക്കും നമുക്ക് എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എത്ര നമ്മൾ പേപ്പറിലേക്ക് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് കൃത്യമായി ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് മുൻകൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിലെ അകത്ത് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ പല ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ പ്രശ്നമുണ്ട്. പഠിച്ച കാര്യങ്ങൾ എക്സാം പേപ്പറിലേക്ക് ആക്കാൻ വലിയ ബുദ്ധിമുട്ട് പല ആളുകളും അനുഭവിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ ഇത്തരത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം. പിന്നീടുള്ള നെക്സ്റ്റ് വൺ നിങ്ങൾ കണ്ടത്, ഞാനായാലും നിങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ പറയുന്നത് മറ്റുള്ള ആൾക്കാർ കേൾക്കണം എന്നുള്ളത് അല്ലേ. എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നവരാണ്. ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരെ കൂടി എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അതായത് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവർ പഠിക്കുന്നതിൻ്റെനേക്കാൾ അപ്പുറത്ത്, അതായത് അവർ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കഴിയുന്നുണ്ട് ഇതിലൂടെ. അതായത് ഒരാളെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് മറ്റുള്ളവൻ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്തിരിക്കണം. ഇനി ലാസ്റ്റ് വൺ എനിക്ക് പറയാനുള്ള മക്കളെ, ഇത്തരത്തിലേക്കുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ തരാൻ വേണ്ടി സൈലം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സൈലത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ, സൈലത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യൂ. ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സൈലം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ മക്കളെ, എല്ലാ ആൾക്കാരും ഞാൻ ഈ മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറണമെന്ന് പറയുകയാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ കമന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ നിങ്ങൾ രേഖപ്പെടുത്തണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം ചാനൽ. സോ മക്കളെ, കാണാം. ജെസി സാറാണ്. സോ താങ്ക് യു എവരിവൺ. ബൈ.